എൻ്റെ കൂട്ടുകാരത്തി രമണി മരിച്ചിട്ടുണ്ടല്ലോ, നീ പോണില്ലേ? ഓ, ഞാനെവിടെ പോണു, എങ്ങനെ പോണു, എപ്പോൾ പോണു, ഇതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് ചിലപ്പോൾ പോകാൻ തോന്നിയിട്ട് ഞാൻ പോയില്ലെന്നിരിക്കും. ഓ, നീ മരിച്ചു കിടക്കുമ്പോൾ അവരാരും വന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ മെക്കിട്ട് കയറാൻ പറയരുത് കേട്ടാ. നിങ്ങൾക്കിത് എന്താണ്? ഏത് നേരം ഒന്ന് അഞ്ച് നിന്ന കുരങ്ങിനെ പോലെ ഈ ആകാശത്തോട്ടും ഭൂമിയിലോട്ടും നോക്കിയുള്ള ഇരിപ്പാണ്. അല്ല, ഞാൻ ആലോചിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ടൗൺ വരെ 10 കിലോമീറ്റർ ഇല്ലേ? ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് 10 കിലോമീറ്റർ ഉണ്ടോ? ഉണ്ട്. ഇവിടെ നിന്ന് ജംഗ്ഷൻ വരെ 1.5 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടോ? നിങ്ങളെ സ്ഥലം അളക്കാതെ കാര്യം പറ. അല്ല, ഇവിടെ നിന്ന് ജംഗ്ഷൻ വരെ 1.5 കിലോമീറ്റർ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ആ ഉണ്ടെന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ടാ? അങ്ങോട്ട് 1.5 ഇങ്ങോട്ട് 1.5 തന്നെയല്ലേ? ഈ ജനുവരി മുതൽ ഡിസംബർ വരെ എത്ര ദിവസം? 365. ഡിസംബർ മുതൽ ജനുവരി വരെ 31. അങ്ങനെ ശരിയാവും. മറ്റേത് 365, ഇത് 31. അതെന്ത് കണക്കാണ്? ഡിസംബറിലാകെ 31 ദിവസമല്ലേ? അതല്ല എനിക്കറിയണത്. പറയണത് ഇവിടെ നിന്ന് ടൗൺ വരെ 10 കിലോമീറ്റർ, അവിടെ നിന്ന് ഇങ്ങോട്ട് 10 കിലോമീറ്റർ, ഇവിടെ നിന്ന് ജംഗ്ഷൻ വരെ 1.5 കിലോമീറ്റർ, അവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 കിലോമീറ്റർ. അപ്പോൾ ജനുവരി മുതൽ ഡിസംബർ വരെ 365 ദിവസമാണെങ്കിൽ ഡിസംബർ മുതൽ ജനുവരി വരെ അതും 365 ദിവസം വേണ്ടേ? അതെങ്ങനെയാണ് മനുഷ്യ? ജനുവരി തുടങ്ങി അത്രയും 12 മാസം ആകുമ്പോഴാണ് 365. ഡിസംബറിൽ ആകെ ഒരു മാസമല്ലേ ഉള്ളൂ. കളിക്കരുത്. ജനുവരി ആകുമ്പോ 31 ദിവസമല്ലേ ആകുള്ളൂ. നടപടിയില്ലാത്ത കേസാണ് അതൊക്കെ. കണക്കും തൊപ്പി അറിയാമായിരുന്നു തർക്കിക്കാൻ വരുവാണ്. നിങ്ങൾക്ക് ഈ സംശയവും മട്ടും തീർന്നില്ലേ? കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ കാണാറുണ്ട്, നമ്മുടെ പ്രതിബിംബത്തെ നമ്മൾ കാണാറുണ്ട്. അത് നമുക്ക് കണ്ണുള്ളതുകൊണ്ട്. പ്രതിബിംബത്തിന് നമ്മളെ കാണാൻ പറ്റുമോ? അതെങ്ങനെയാണ്? ഞാൻ ചോദിക്കണത്, പ്രതിബിംബത്തിന് നമ്മളെ കാണാൻ പറ്റുമോ? കണ്ണാടിക്ക് കണ്ണില്ലല്ലോ, അപ്പൊ കാണാൻ പറ്റൂല. നമുക്ക് കണ്ണുള്ളതുകൊണ്ടാണ് നമ്മുടെ പ്രതിബിംബത്തെ നമ്മൾ കണ്ണാടി. എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ കാണുമ്പോൾ പ്രതിബിംബത്തിന് ഞാൻ കാണുന്നു, ആ വിവരം ഞാൻ പുറത്ത് പറയാറുണ്ട്. പക്ഷെ പ്രതിബിംബത്തിന് എന്നെ കാണാൻ പറ്റുമോ? അതാണ് എന്റെ ചോദ്യം. ഇത് കുറഞ്ഞ ഐറ്റമൊന്നും അല്ല കേട്ടാ, ഇച്ചിരി മൂത്തതാ. അയ്യോ, എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്റെ മധു ഒന്നും പറയണ്ട. ഈ മനുഷ്യനെ കൊണ്ട് എനിക്ക് പൊറുതി മുട്ടി. ഒരാഴ്ച ഈ കിളി പറന്ന മനുഷ്യന്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് വട്ടാകണം. അത് ഇപ്പോഴാണോ തോന്നിയത്? കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇതിലും ഭേദം വല്ല കഴുതേനെ കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് കിട്ടിയത് നിനക്ക് കിട്ടാത്തവന്റെ അസൂയല്ലടി. അപ്പൊ ഞാൻ കഴുതേണെന്നാ? കിളി പോയെന്ന് പറഞ്ഞ വെറുതെ ബുദ്ധിയുണ്ട് ചേട്ടന്. എന്ത് ബുദ്ധി ഉണ്ടെന്ന് ഇപ്പൊ പറഞ്ഞിട്ടില്ലേ? പൊക്ക അവിടുന്ന് മധു, കളിയാക്കാതെ. ഈ കഴിഞ്ഞ ദിവസം കാണിച്ചു കൂട്ടി എന്തൊക്കെയാണെന്നറിയാമോ? എന്തുപറ്റി? ഒരു വലിയ വടം പോലത്തെ കയറെടുത്തോണ്ട് ഇവിടെ മുഴുവനും നടന്നു. അപ്പൊ ഞാനോടത്ത് ഇയാൾ കെട്ടിത്തൂങ്ങാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഓടി പുറകെ ചെന്ന്. അപ്പൊ ആ പുളിമരത്തെ കെട്ടിയിട്ട് ഊഞ്ഞാലാടണം. അത് കഴിഞ്ഞിട്ട് കിണറ്റിന്റെ അകത്തോട്ട് കമന്നൂത്തി കിടക്കണം. ഞാൻ ഓർത്ത് ഇയാൾ ചാടുമെന്ന് പറഞ്ഞോണ്ട് പിന്നെ ഓടിച്ചെന്ന്. അപ്പൊ എന്നോട് പറയാ, എടി മേളിൽ കാണുന്ന ചന്ദ്രൻ ദേ നമ്മുടെ കിണറ്റിൽ കിടക്കണം. അത്രയ്ക്കും കിളി പറഞ്ഞിരിക്കണേ. കൂടിപ്പോയല്ലേ? പിന്നെ കൂടാണ്ട് ഇങ്ങനത്തെ വെളിവില്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും കേട്ടാ ഈ കണ്ടീഷൻ ആണെങ്കിൽ. ഞാൻ തന്ന ഡോക്ടറുടെ നമ്പർ തന്നില്ലേ? വിളിച്ചില്ലായിരുന്നാ? ഞാൻ വിളിച്ചതാണ്. അപ്പൊ ഡോക്ടർ ഇന്നലെ അപ്പോയിന്റ്മെന്റ് തന്നു. എന്നിട്ട് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണ്ട, സന്ധ്യക്ക് ഇങ്ങോട്ട് വരാം. ഡോക്ടർ ഇങ്ങോട്ട് വരും, വീട്ടിൽ വരും. ഞാൻ പറഞ്ഞു എന്റെ മധു വേണ്ടെന്ന്. എന്താണ്? എന്ത് കാര്യത്തിനാണ്? ഇനി ആ ഡോക്ടർ സന്ധ്യ നേരത്തെ ഇവിടെ വന്നിട്ട് വേണം ഈ മനുഷ്യനെ അങ്ങേരം കൂട്ടി എന്നെ പറഞ്ഞു സംശയിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു തോന്നലൊന്ന് ടൗൺ വരെ പോകണമെന്ന്. ഞാൻ ടൗണിൽ ചെന്നപ്പോൾ എനിക്കൊരു തോന്നൽ ഞാൻ വീട്ടിൽ ഉണ്ടാന്ന്. ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട്. ഇവള് പറഞ്ഞു ഞാൻ വീട്ടിലില്ലെന്ന്. എനിക്ക് ചില സമയത്ത് ബോറടിക്കും, ചില സമയത്ത് എനിക്ക് പ്രാന്താവും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, സംസാരിക്കാൻ ആരും ഇല്ലല്ലോ, വീടൊക്കെ പൂട്ടും, പുറത്തുനിന്ന് കോളിമ്പെല്ലാം അമർത്തി ഞാൻ വീടിനകത്ത് ചെന്നിട്ട് മുട്ടും. എന്നിട്ട് ഞാൻ എന്നെ തന്നെ സ്വീകരിക്കും. ഞാൻ കമ്പിരുന്ന് വർത്താൻ കൂടുതലാണ്. എന്ത് ചെയ്യും ഡോക്ടർ പറ്റേ? ഞാനിവളൊന്നും കൊണ്ടേ കാണിക്കണോന്ന് കരുതിയിരിക്കുന്നു. കൊണ്ടുപോകണം. കയ്യിന്ന് പോയാലുണ്ട് പിന്നെ പിടിച്ചാ കിട്ടൂല. എനിക്ക് എല്ലാം സഹിക്കാം, അടി ഇടിയും തല്ലും ചവിട്ടും ഒക്കെ സഹിക്കാം. ഈ 2 എണ്ണം അടിച്ചിട്ട് പഴയകാല ഓർമ്മ കുത്തിപ്പൊക്കി ഇങ്ങനെ അയവിറക്കണതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അല്ല, നീ പഴയകാല കാര്യങ്ങൾ പറഞ്ഞതിന് ഇപ്പൊ എന്താ കുഴപ്പം? ഒന്ന് പോകുമതോ, ഞാനാണ് പഴയകാലം എല്ലാം മറന്ന് സ്വസ്ഥമായിട്ട് ഇപ്പൊ ജീവിക്കണാണ്. ഏതായാലും ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. സൂക്ഷിച്ചേക്കണേ. ഹലോ ഹലോ ആ ഡോക്ടർ. ഓക്കെ ഓക്കെ ശരി. ശരി ഓക്കെ. ശരി ശരി. ഉണ്ടാതിരിക്കും. നമ്മൾ മൊബൈലെന്ന് പറഞ്ഞാൽ എന്തിനാണ്? മറ്റുള്ളവർ വിളിച്ചാൽ കിട്ടാനുള്ളതല്ലേ.
നിന്നെ ഞാൻ വിളിക്കാറുണ്ട് ഇല്ലേ? ഞാൻ എന്നെ വിളിച്ചിട്ട് എന്നെ കിട്ടണ്ട. എൻ്റെ നമ്പറിൽ എൻ്റെ ഫോണിൽ എന്നെ വിളിച്ചിട്ട് എന്നെ കിട്ടണല്ല. ഞാൻ എന്നിട്ട് ഇവളുടെ ഫോൺ എടുത്തിട്ട് ഇവളുടെ നമ്പറിൽ ഇവൾ വിളിച്ച് നോക്കി ഇവളെയും കിട്ടണല്ലോ. പിന്നെ എങ്ങനെ ഈ ഫോണെന്തിന്? ഞാൻ നേരെ വെള്ളത്തിലേക്ക് ഇട്ടു. അതാണ് ഇവളുടെ ഫോണ് കാണാത്തത്. അയ്യേ, ഇപ്പം പിടിച്ചോണ്ടിരിക്കണ എൻ്റെ ഫോണാണ്. ഇത് എന്റെ ഫോണാ. നിങ്ങൾ നിങ്ങളുടെ ഫോൺ തന്നെ വെള്ളത്തിലിട്ടത്. ഇതൊക്കെ വഴിയല്ലേ, പാടാണ് ഇതിലൊക്കെ പോകണമെങ്കിൽ. ആ ഡോക്ടറെ, ആ നമസ്കാരം. നമസ്കാരം. താമസിച്ചല്ലോ അല്ലേ? ഇല്ല നേരത്തെ പോരും ഇത്. ആ പിന്നെ എവിടെയാണ് രോഗി? രോഗി ആരാണ്? അല്ല, ഗോപി എൻ്റെ അനിയനാണ്. ഞാനാണ് മധു. ആ മധു അല്ല, രോഗി. രോഗി രോഗി അവിടെ ഉണ്ട്. അവിടെയാണ്. ഓക്കെ. പുള്ളി ഇത്തിരി പ്രശ്നക്കാരനാണ്. വയലൻ്റാണോ? അല്ല, എപ്പോഴും ഇല്ല, ചില സമയത്ത് വയലൻ്റ് ആവും. അതല്ലേ. വേറെ പ്രശ്നങ്ങളില്ല, പഴയകാല പ്രശ്നങ്ങളില്ലേ, പഴയകാല ഓർമ്മകൾ, അത് കുത്തിപ്പൊക്കിയിട്ട് ഭാര്യയായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ എപ്പോഴും. അതൊന്നും മാറ്റി കൊടുത്താൽ മതി. അത് റെഡിയാക്കാം, നിസ്സാര കേസല്ല. സൂചി എടുക്കുന്ന തൂമ്പായി കിടക്കുന്ന ആളെ ഞങ്ങൾ. എനിക്കറിയാം ഡോക്ടർ. പിന്നെ നടന്നു നമുക്ക് പോകാം. ഡോക്ടറെ, ഇതിൽ സമയമില്ല. എന്തൊരു കിടപ്പാണിത്, എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. ദേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു കിടക്ക്. എൻ്റെ മുഖത്ത് നോക്കി ഇത്തിരി നേരം കിടന്നെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തോരം പ്രാർത്ഥിക്കണുണ്ടെന്നറിയാവോ? നിങ്ങൾക്കൊന്നും പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ചാണ് നോക്കിയിരിക്കണത്. ഏതെണ്ണ ഒഴിക്കണത്? മണ്ണെണ്ണ, നല്ലെണ്ണ, വെളിച്ചെണ്ണ? നിങ്ങൾ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു കിടക്ക് മനുഷ്യ. നിങ്ങൾ അങ്ങോട്ട് കിടക്കണം കണ്ടിട്ട് എനിക്ക് പേടിയാകണം. ഒരു ഇത്തിരി നേരം ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക്. നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലേ? ഈ ഞാൻ പേടിച്ച് ചേർത്താലും നിനക്കൊരു കുഴപ്പമില്ലല്ലേ? സ്വാർത്ഥത കൈപിടിയണോടി. പോടുന്നു. നിങ്ങളൊന്ന് എഴുന്നേറ്റിരിക്കി. നിങ്ങളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ആര്? അതൊക്കെ വരും പറഞ്ഞാൽ മതി. അത്രയോ പോലെ. ഇതാണ് പുള്ളിയുടെ കലാവിരുന്ന്. ഓഹോ, ആള് വട്ടുകേസാണെങ്കിലും അടിപൊളി കലാകാരനാണ്. കണ്ടില്ലേ എഴുതി വെച്ചേക്കണത്? ഇമല, തിമല, വാമല, ഇമല, കുമല, ഇതന്നെ ഭാഷയാണ്. അതെനിക്കറിയാൻ പാടില്ലേ. ഇതിനും വേണ്ടി മലയുണ്ടാന്നല്ല എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇടുക്കിയിലൊക്കെ പോയി അന്വേഷിച്ചു ഈ മലകൾക്ക് ഇങ്ങനെ പേരുണ്ടാന്ന്. ഇത്ര അടുപ്പിച്ച് അവിടെ കാണില്ല. ആകെ അറിയാവുന്ന കമല, അതപ്പുറത്തെ ചേച്ചിയാണ്. അതറിയാം. അപ്പൊ ഇത് വായിച്ചിട്ട് സാറിനൊന്നും മനസ്സിലായില്ല? എനിക്കൊന്നും മനസ്സിലായില്ല. അതാണ് പറഞ്ഞത്. പുള്ളിക്ക് വട്ടുണ്ടാന്ന് വെച്ചാൽ വട്ടുണ്ട്, അല്ല ബുദ്ധിമാനാണെന്ന് വെച്ചാൽ ബുദ്ധിമാനാണ്. ഇനി ഞാനൊരു സൂത്രം കാണിച്ചു തരാം. വായിച്ചേ സിസ്റ്ററെ, ഒന്ന് വായിച്ചേ. ഇത് വായിക്കുന്നവൻ കഴുത. നമ്മളെ അല്ല, ആരും ഉദ്ദേശിച്ചായിരിക്കും. ഇതാണ് പുള്ളിയുടെ കലാവിരുന്ന്. ബുദ്ധിയല്ലേ? ഭയങ്കര ബുദ്ധിയാണ്. പക്ഷെ പുള്ളിയുടെ പഴയകാല ഓർമ്മയില്ലേ, അത് അത്യാവശ്യമായിട്ടൊന്ന് വായിച്ചു കളയണം. അതെന്താ നമുക്ക് ഇത്ര താല്പര്യം? ഒന്നുമല്ല, ഞാനൊരു 50,000 രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതങ്ങോട്ട് മറയിപ്പിച്ച് കളയണമെങ്കിലേ ഡോക്ടർക്ക് ഞാനൊരു 10,000 രൂപ വന്നേക്കാം. പകുതി എനിക്ക് കിട്ടുന്നു ഡോക്ടറെ, അല്ലെങ്കിൽ ഞാൻ ഓർപ്പിക്കും. അയ്യോ, 10 പറ്റില്ല. 10 പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, 20 ഓർപ്പിച്ചു. അത്ര കൂടുതലല്ലേ ഡോക്ടർ? എന്നാലും 30 രൂപ ലാഭമല്ലേ? ഓക്കെ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഉറക്കത്തിലാണോ? ഉറക്കമല്ല, ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞൊക്കെ കിടക്കും. ഉറക്കമില്ല. ഞാൻ ഒന്ന് നോക്കട്ടെ. ആ പഴയ ഓർമ്മപ്പെടുത്തലൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റി തന്നാൽ മതി. വേറെ എല്ലാം കുഴപ്പമില്ല, അതാ ഞാൻ നോക്കി. പൈസ വല്ലതും മേടിച്ചിട്ടുണ്ടോ? ഞാനോ? ഇല്ല, എൻ്റെ കയ്യിൽ നിന്നാണ് പൈസ മുഴുവൻ അങ്ങോട്ട് മേടിച്ചെടുക്കണം. ഓക്കെ. ഞാനെന്നാ ഒന്ന് നോക്കാം. വിളിക്കാമല്ലോ അല്ലേ? വിളിക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ. നമസ്കാരം. എഴുന്നേറ്റ് അതേ ഉറുമ്പ് കയറിപ്പോണം. നമസ്കാരം. ഇവിടെ ഞാനൊരു ഡോക്ടറാണ്. നമ്മൾ പറഞ്ഞിട്ട് വന്നായിരിക്കും. അതെ. വെള്ള ആളാണ്? അല്ലല്ല, ഞാൻ ഡോക്ടറല്ലേ. ഇവിടെ വന്നത് അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ പോയിക്കോട്ടെ എന്നാ. ചേട്ടനെ കാണാൻ വന്നത്, എന്നെ കാണാൻ വന്നതല്ല. നീ സോമനല്ലേ? ശശിയുടെ മോനല്ലേ? ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുവോ? ചോര കുറവാ തീരെ അല്ലേ? കുറവാണല്ലേ? അല്ലേലും പണ്ടേ ഇയാൾക്ക് കണ്ണി ചോരയില്ല. അതെ അല്ലേ? പഴയ കാര്യങ്ങളൊക്കെയാണോ ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ എന്നാണല്ലോ ഇവരെല്ലാരും പറയുന്നത്. അത് അല്ലേ? എന്താ പേരെന്താ? പേരെന്താന്ന്? എന്റെ മധു. ചേട്ടന്റെ പേരാ ഞാൻ ചോദിച്ചേ. നിന്റെ ചേട്ടന്റെ പേരെന്താ? ഗോപി. ഇവരെ ചേട്ടനൊരു ഗോപി. അല്ല, ഈ ചേട്ടന്റെ പേരാ ചോദിച്ചത്. ഈ ചേട്ടന്റെ, നമ്മളുടെ.
പേര് പറയാം അങ്ങോട്ട്. എന്റെ പേര് സോമൻ. സോമൻ. എന്റെ സോമൻ. ആ മക്കളുടെ പേര്? സോമന്റെ മക്കള്. സോമന്റെ മക്കള് ചേട്ടനാ. എന്റെ പറ. രണ്ടുപേര്. രണ്ടുപേര്. രണ്ടുപേരല്ലേ? ആ 2 പേര്. ആരെങ്കിലും ഒക്കെ പൈസ തരാനുണ്ടോ? ഒരു നാറി ഒരു 50,000 രൂപ മേടിച്ചോണ്ട് പോയിട്ട് ഇതുവരെ തന്നിട്ടില്ല. ബാക്കി 2-3 പേര് തന്നിട്ടുണ്ട്. ഞാൻ അവന്റെ പേര് അയ്യോ അതാണിങ്ങനെ അല്ലാതെ വേണ്ട, കുഴപ്പമില്ല. പഴയകാലം ഓർമ്മയില്ലേ? അതാണ് ഇപ്പൊ ചേച്ചി. പഴയത് കുത്തിപ്പൊക്കി വർത്താനം പറ. നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. കുറെ നാളായില്ലേ ഒന്ന് ഉറങ്ങിയിട്ട് സ്വസ്ഥമായിട്ട്. എത്ര നാളായി അല്ലേ? അപ്പൊ നമുക്കൊന്ന് ഉറങ്ങണ്ടേ? സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണ്ടേ? നമ്മൾ ഉറങ്ങുമ്പോഴും ഞാൻ ഉണരാതെ പുറത്ത് വെക്കണല്ലേ. പുറത്ത് നിൽക്കുകയാണ്. കാലൊന്ന് താത്തി ഒന്ന് നേരെ ഇരിക്കും കേട്ടോ. അപ്പൊ എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കുക കേട്ടോ. ചേട്ടനെ ഞാനൊന്ന് ഉറക്കാൻ പോവുകയാണ്. സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ എല്ലാം മാറും. നിങ്ങൾ എങ്ങോട്ട് പോകണം? രണ്ടുപേരും കൂടി. ഞങ്ങൾ എങ്ങും പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എങ്ങും പോണില്ല, ഞാൻ ചേട്ടന്റെ അടുത്ത് തന്നെ. ഞാനല്ലേ ഇവിടെ ഉള്ളത്. കണ്ണുകൾ അടച്ചോ. എന്റെ കണ്ണിലേക്ക് നോക്ക്. പതിയെ കണ്ണൊന്നടച്ചേ. നിങ്ങൾ ഉറങ്ങുകയാണ്. ഉറക്കത്തിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് നിങ്ങൾ ആഴ്ന്നു പോവുകയാണ്. ഉറങ്ങുകയാണ്. ഉറങ്ങാ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉറക്കം പോവൂല. അല്ലാതെ പറയാ. നിങ്ങൾ ഉറങ്ങുകയാണ്. ഉറങ്ങി. എത്ര പേരെ നമ്മൾ ഉറക്കിരിക്കുന്നു. ഇനി ഇങ്ങനെ എണീക്കണേ എന്നോട് ചോദിക്കണം. 41 ദിവസം വരെ ഉറങ്ങിക്കിടന്ന ആൾക്കാരുണ്ട്. അയ്യോ അത് പാളി. ഇല്ലെന്നേ. ഹിപ്നോട്ടിസിന്റെ വേറൊരു തലമുണ്ട് സിസ്റ്റർ. മറ്റേ എടുത്ത് കൊടുക്കണം കേട്ടോ. അതേ നടക്കുള്ളൂ. നോക്കിയോ, ഇനി ഉറക്കും. പിന്നെ 2ാമത്തെ തലം അത് അതികഠിനമാണ്. പക്ഷെ ഞങ്ങൾ പ്രയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഉറങ്ങുകയാണ്. ശാന്തമായി ഉറങ്ങുകയാണ്. ഉറങ്ങടാ, ഉറങ്ങ്. എന്താടാ ഉറങ്ങാത്തെ? എന്താടാ നിനക്ക്? എന്താടാ നിനക്ക്? നിനക്കെന്താടി? അവള് നടക്കണേ, അവള് നടക്കട്ടെ. നിങ്ങൾ ഉറങ്ങുകയാണ്. നിങ്ങളെ ഞാൻ ഉറക്കുകയാണ്. നിങ്ങൾ ഉറങ്ങും. ഉറക്കത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് ഞാൻ ചവിട്ടി തന്നു. ഉറങ്ങി. ഇനി ഞാൻ പറയണം. പഴയതൊക്കെ ഓർമ്മയുണ്ടോ? സ്വപ്നം കാണാറുണ്ടോ? സ്വപ്നം അറിയില്ലെന്ന്. അതാണ് മനസ്സിലായില്ലേ? ഇപ്പം ഒരു 50,000 രൂപ തരാന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കൊടുക്കാനുള്ള മറന്നു. എന്താ പേര്? അറിയാൻ പാടില്ല. കണ്ടോ, പഴയതെല്ലാം ഡിലേറ്റ് ആയി കളഞ്ഞു. ഇനി ഒന്നുമില്ല, ശൂന്യം, വെറും ശൂന്യം. അപ്പൊ ഇനി പഴയതൊന്നും ഓർക്കത്തില്ല? എവിടെ ഓർക്കാൻ? ഡോക്ടറല്ലേ ചെയ്ത്. അല്ല ഡോക്ടറെ, ഇനി ഇങ്ങനെ പഴയതൊന്നും ഓർക്കത്തില്ലെന്നുള്ളതിന് എന്താ തെളിവ്? ഞാൻ എങ്ങനെ വിശ്വസിക്കും? തെളിവ് തരാം. ഭാര്യയുടെ പേരെന്താ? സുധാ. പഴയതെല്ലാം മറന്നെന്ന് പറഞ്ഞിട്ട് എന്റെ പേര് ഓർക്കണോണ്ടല്ലോ. അപ്പൊ ചേട്ടന്റെ മനസ്സിൽ മുഴുവൻ എന്നോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് എല്ലാം മറന്നുപോയിട്ടും എന്നെ മാത്രം ഓർത്തിരിക്കുന്നത്. അതുകൊണ്ടല്ല, സിസ്റ്റം മുഴുവൻ ഡിലേറ്റ് ആയി. പക്ഷേ വൈറസ് ഇപ്പോഴും അവിടെ ഉണ്ട്. അതാ